വി മുരളിയേട്ടൻ, ഇവിടെ വന്ന വേദിയിലും സദസ്സുമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സുനിൽ പറഞ്ഞു കേട്ടു, ഇത് എൻ്റെ തലയിലിട്ടു. ഇത് എൻ്റെ ഒരു ഡിലേൻ്റെ കാരണമായിരുന്നു. അത് ശരിയാണ്. ഞാൻ 2-3 ദിവസമായിട്ട് യാത്രയിലായിരുന്നു. അപ്പോൾ മുരളിയേട്ടനോട് ചോദിച്ചപ്പോൾ ഇന്നും നാളെ മാത്രമാണ് എനിക്ക് സമയം ഉള്ളത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ സന്തോഷമുണ്ട്. വികസിത കഴക്കൂട്ടം, അതിനുവേണ്ടി മുരളിയേട്ടൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അവിടുന്ന് കഴക്കൂട്ടത്തിൻ്റെ വികസനം ആരംഭിക്കട്ടെ. പാർട്ടിയുടെയും MLA ആയ മുരളിയേട്ടൻ്റെ കാഴ്ചപ്പാടും നമ്മളുടെ എല്ലാവരുടെയും അധ്വാനം ആ ഓഫീസിൽ നിന്ന് തുടങ്ങട്ടെ. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യും എന്ന് വാഗ്ദാനം കൊടുത്തിട്ടാണ് നമ്മൾ മത്സരിച്ചത്. ആ വാക്ക് പാലിക്കും. മുരളിയേട്ടൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ട് ഞങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വികസനം. ഈ ഇലക്ഷൻ ഒരു മാറ്റത്തിൻ്റെ ഒരു ഇലക്ഷനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് എന്തു മാറ്റം? ഒരു കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൽ വന്നു. അതല്ല മാറ്റം. അത് എത്രയോ കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാം കാണുന്നതാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് ഈ അസംബ്ലി സെഷനിൽ നമ്മൾ കണ്ടതാണ്. ഞാനും മുരളിയേട്ടനും ഗോകുമാർജി എല്ലാം അനുഭവിച്ചതാണ്. ആദ്യമായിട്ടാണ് അസംബ്ലിയിൽ വികസനത്തിനെ കുറിച്ച് ചർച്ച തുടങ്ങിയത്. സംസ്ഥാനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു, സർക്കാരിൻ്റെ കാഴ്ചപ്പാട് പുതുയുഗ വികസിത കേരളമാണെന്ന്. അപ്പോൾ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാട് ആരാണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്? BJP NDA. വികസനത്തിൻ്റെ രാഷ്ട്രീയം 2014 ആരാണ് ഇവിടെ തുടങ്ങിയത്? നരേന്ദ്രമോദിജി. ഇത് ശരിയാണ്. വികസനമാണ് എല്ലാ മലയാളികളുടെയും ജനമാവകാശം. തിരുവനന്തപുരം നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. 45 കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചത് CPM. MLA-മാര് CPM, MP കോൺഗ്രസ്. എന്ത് വികസനമാണ് ഇവിടെ വന്നിരിക്കുന്നത്? കഴക്കൂട്ടം കേരളത്തിൻ്റെ സിലിക്കൺ വാലിയാണ്. IT മേഖല ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ എന്തെങ്കിലും വികസനം വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ 2-2.5 മാസമായി ഇവിടെ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ മാറ്റത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ വോട്ട് നേടി സർക്കാർ ഉണ്ടാക്കിയ കോൺഗ്രസ് സർക്കാർ എന്താണ് 2.5 മാസം ചെയ്തിരിക്കുന്നത്? ബഡ്ജറ്റിൽ തലസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കഴക്കൂട്ടമാണോ, നിയമമാണോ? ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ഏറെ ബഹുമാനത്തോടെ, മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്, ജനാധിപത്യം തീരുമാനിച്ച് അവർക്കൊരു അവസരം കൊടുക്കണമെന്ന് തീരുമാനിച്ച് അവർക്കൊരു അവസരം കിട്ടി. പക്ഷേ അനീതി കാണിക്കരുത്. ഇതൊരു BJP-ന്റെ മണ്ഡലമാണ്, ഇവിടെ വികസനം ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് ശരിയല്ല. വികസനത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നരേന്ദ്രമോദിജിനെ പഠിക്കണം. കഴിഞ്ഞ 12 കൊല്ലം അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഏത് ദുർപ്രചരണം അദ്ദേഹത്തിനെ കുറിച്ച് ചെയ്താലും സത്യം മറച്ചു വെക്കാൻ സാധിക്കില്ല. എന്താണ് സത്യം?
ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാതെ എല്ലാ സംസ്ഥാനത്തിനും അവരുടെ അവകാശങ്ങൾ, എല്ലാ പദ്ധതികൾ എല്ലാ സ്റ്റേറ്റ്സിന് കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അതാണ് BJPന്റെ രാഷ്ട്രീയം. എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ ഒപ്പം വികസനം. അപ്പോൾ ഞാൻ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു, ഞങ്ങളോട് സമരം ചെയ്യിപ്പിക്കരുത്. കഴക്കൂട്ടത്തിന്റെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കണം, കൊടുക്കണം. വികസനം അവരുടെ ജനാവകാശമാണ്. ഇനി BJP MLA-മാരും BJP മണ്ഡലത്തിൻ്റെ എതിരെ നിങ്ങൾ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, ഈ 3 MLA-മാരുടെ കരുത്തും ശക്തിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് കുറെ ചെയ്യാനുണ്ട്. ഞാനും മുരളിയേട്ടനും KS-ഉം ഗോകുമാർജിയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ കേരള സംസ്ഥാനത്തിന് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി അടുത്ത 3 കൊല്ലം എന്തു ചെയ്യണം എന്നൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദിജിന്റെ സർക്കാർ ഇവിടെ നടപ്പിലാക്കും. അത് തീരുമാനിക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കരുത്. ഇവിടെ ഞങ്ങൾ കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നിവ മണ്ഡലം നിങ്ങൾ വികസനം ചവിട്ടി വെച്ചാൽ, ഈ BJP-ന് 3 MLA-മാർ, പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന 3 MLA-മാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങളും ചെയ്യും. അപ്പോ അനീതി ചെയ്യരുത്. ഞാൻ പറയുന്ന പോലെ വികസനം എല്ലാ മലയാളികളുടെയും ജനമവകാശമാണ്. അത് കോൺഗ്രസ് മുഖ്യമന്ത്രി ആണെങ്കിലും CPM-ന്റെ മുഖ്യമന്ത്രി ആണെങ്കിലും നമ്മുടെ ജന്മാവകാശമാണ്. കഴിഞ്ഞ 10 കൊല്ലം CPM ചെയ്യുന്ന രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടിന്റെ മുഖ്യമന്ത്രി തുടരാൻ പാടില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. കഴക്കൂട്ടം എന്ന് തലസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ്. ഞാൻ പറഞ്ഞ പോലെ IT മേഖല, ഇനി വരാൻ പോകുന്ന കാലത്ത് ഇന്നോവേഷൻ, ടെക്നോളജി, തൊഴിലവസരങ്ങളെല്ലാം ഇവിടെ സൃഷ്ടിക്കേണ്ടതാണ്. ഇവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം, റോഡിന്റെ പ്രശ്നം, മാലിന്യത്തിന്റെ പ്രശ്നം, കോർപ്പറേഷന്റെ ഫണ്ടിങ്ങിന്റെ പ്രശ്നം, ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. ഇത് മാത്രം പറഞ്ഞ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ എൻ്റെ സന്തോഷവും ആശംസകളെല്ലാം പറഞ്ഞ് വാക്ക് തീർന്നതും എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.